ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ടാറ്റ നെക്സോണിൻ്റെ പ്യുവർ എസ് എന്ന് പറയുന്ന ഒരു മിഡ് വേരിയൻ്റ് ആണ്. നെക്സോണിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന വേരിയൻറ്റ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. കാരണം ക്രിയേറ്റീവിൽ നമുക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ക്രിയേറ്റീവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന ഒരു വേരിയൻറ്റ് ശരിക്കും ഈ പ്യുവർ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പ്യുവറിൽ പ്യുവർ എസ് എന്ന് പറയുന്ന സൺറൂഫുള്ള ഒരു വേരിയൻറ്റും കൂടി ഉണ്ട്. പ്യുവറിലേക്ക് വരുമ്പോഴും നമുക്ക് DCA ഒഴിച്ച് മറ്റെല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻസും പ്യുവറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്യുവർ എസ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടാറ്റ നെക്സോണിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ സെയിം ആയിട്ടാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വേരിയൻറ്റ് പ്യുവർ എസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. പ്യുവർ ആൻഡ് പ്യുവർ എസ് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്യുവർ എസ് വേരിയൻറ്റിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് സൺറൂഫ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, റെയിൻ സെൻസിങ് ഓട്ടോ വൈപ്പേഴ്സും വരുന്നുണ്ട്. അതാണ് പ്യുവർ ആൻഡ് പ്യുവർ എസ് തമ്മിലുള്ള വ്യത്യാസം. ഇനിയും ഈ പ്യുവർ എസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു DRL കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് 10 ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ മനസ്സിലാവും അതൊരു സീക്വൻസ് ടൈപ്പിലല്ല ഫംഗ്ഷൻ ചെയ്യുന്ന, നോർമലി ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. ക്രിയേറ്റീവ് തൊട്ടാണ് സീക്വൻസ് ടൈപ്പിൽ ഫംഗ്ഷൻ ചെയ്യുക. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റ് ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു. അത് ഷോറൂമിൽ നിന്ന് നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഫ്രണ്ടിൽ വരുന്നില്ല. 208 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ടാറ്റയുടെ പുതിയ 2D ലോഗോ ആണ്. 2024 വന്നപ്പോൾ എല്ലാ വാഹനങ്ങളും ഈ പുതിയ ലോഗോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് കാണാം. 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. നമുക്ക് ക്രിയേറ്റീവ് വേരിയൻ്റ് തൊട്ട് അലോയ് വീൽസും 215 സെഷൻ ടയറുകളുമാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് അലോയ് വീൽ പോലെ തോന്നിക്കുന്ന വീൽ ക്യാപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നമുക്ക് LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മിറേഴ്സ് കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു സെൻറ്റർ യൂണിറ്റ്, അതായത് മിററിൻ്റെ സൈഡാണെങ്കിലും പിന്നെ നമുക്ക് ഈ ഒരു ബി പില്ലർ കാര്യങ്ങളാണെങ്കിലും ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസും ഒരു എന്താ പറയുക മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അത് ബോഡി കളറല്ല ഡോർ ഹാൻഡിൽസ് വരുന്നത്. വേറെ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ഒരു താഴെയായിട്ട് നമുക്ക് ഒരു ബോഡി ക്ലാഡിങ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. താഴെ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ബ്ലാക്ക് ക്ലാഡിങ്സും ചുറ്റുപുറം പോകുന്നുണ്ട്. ഇനി നമ്മൾ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റൂഫ് റെയിൽസ് കാണാനായിട്ട് പറ്റും. അതൊരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. ഇത് പ്യുവർ എസ് വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ സൺറൂഫ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ബാക്കിലായിട്ട് ഷാർഫിൻ ആൻറ്റിനയാണ് വരുന്നത്. പിന്നെ നമ്മുടെ 50 lakhs ഓഫ് കാർസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനി ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ സെയിം ലുക്കാണ് വരുന്നത്. നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്കുള്ളൊരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾ ഈ സ്പോയിലറിനകത്ത് കയറിയിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വൈപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്കത് വിസിബിൾ ആവുള്ളൂ. അതെന്തായാലും ഒരു നല്ല ഡിസൈനാണ്. ഇപ്പോൾ ഈ പ്യുവർ വേരിയൻറ്റിൽ വൈപ്പർ വാഷർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഡിഫോഗർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു കണക്റ്റഡ് DRL പോലെ തോന്നിക്കുന്ന ഒരു ടെയിൽ ലൈറ്റാണ് വരുന്നത്. പക്ഷേ ഇത് കണക്റ്റഡ് അല്ല. ക്രിയേറ്റീവ് വേരിയൻറ്റ് തൊട്ടിട്ടാണ് ഇത് കണക്റ്റഡ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുക. നമുക്ക് ഈ ഒരു പോർഷൻ DRL ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇതിന് താഴെയാണ് നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. നമുക്ക് ഈ ടാറ്റ ലോഗോൻ്റെ മീതെ നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് നെക്സോൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു റിഫ്ലക്റ്റേഴ്സ് വരുന്നു. ബാക്കിൽ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ അകത്ത് നിന്ന് മാത്രമാണ് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ അതിൻ്റെ സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ മീൻസ് മാഗ്നറ്റിക് ലോക്ക് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഇവിടെ ഒരു വലിച്ചടയ്ക്കാനായിട്ടൊരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബൂട്ടിലേക്ക് വന്നാൽ 368 ലിറ്ററിൻ്റെ ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. ചെറിയ ലോഡിംഗ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നുള്ളൂ. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. സീറ്റ് നമുക്ക് ഫുള്ളി ഫോൾഡ് ചെയ്യാനാണ് പറ്റുള്ളൂ. 60-40 സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഒന്നും വരുന്നില്ല. വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമ്മളെ സെയിം 190 60R16 സെയിം സൈസുള്ള സ്പെയർ വീലുകളാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് കളറിലാണ് ശരിക്കും ഇൻറ്റീരിയർ വരുന്നത്. അതിന് നടുക്ക് ഇവിടെ ഒരു വൈറ്റിഷ് ലൈൻ പോലെയുള്ളൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അത് പ്യുവർ വേരിയൻ്റ് തൊട്ടാണ് ഈ ഒരു വൈറ്റ് ലൈൻ വരുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു
വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ഈ ഒരു പീസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നു. ഇത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ പോലെ തോന്നിക്കുന്ന ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നല്ല. നമുക്കിവിടെ 4 ഡോണ്ട് പവർ വിൻഡോ കൊണ്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. നമ്മുടെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ളത് ഇവിടെയായിട്ടാണ് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിറേഴ്സ് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കൺട്രോൾ ചെയ്യാനുള്ളത് മാത്രമാണ് വരുന്നത്. ഇനിയും നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴെയായിട്ടാണ് വരുന്നത്. ഹുഡ് ഓപ്പൺ ചെയ്യാൻ ലിവർ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയെല്ലാം ചെറിയൊരു കോയിൻസ് ഒക്കെ സൂക്ഷിക്കാൻ പാകത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് നോക്കാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ ആ പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കാണാം. ടാറ്റയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും ഈ ഒരു സെയിം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ആ ടാറ്റയുടെ ലോഗോ ഒക്കെ ഇലുമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. നമുക്ക് ഇത് മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് വരുന്നു. വലതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഈ സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ടെലസ്കോപ്പിക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ പ്യുവർ എസ് വേരിയന്റിൽ ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. RPM സ്പീഡോമീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് വരുന്നു. ഈവൻ ഫ്യൂവൽ വാർണിംഗ് വരെ ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നടുക്ക് ചെറിയൊരു TFT ഡിസ്പ്ലേ, അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, ഡോർ വാർണിംഗ്, നമുക്ക് ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് നമുക്ക് ഡ്രൈവ് മോഡുകളും അതിനകത്ത് വരും. നമുക്ക് ഇവിടെ സിറ്റി, ഈക്കോ, ഡ്രൈവ് മോഡുകൾ കാണാം. നമ്മൾ ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് അതിനകത്ത് ലഭിക്കുന്നതാണ്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാർമന്റെ മ്യൂസിക് സിസ്റ്റം പഴയ നെക്സോണിലൊക്കെ കണ്ട സെയിം യൂണിറ്റ് തന്നെയാണ്. 7 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനോട് കൂടിയ ഒരു സിസ്റ്റമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൗണ്ട് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒരു നെക്സ്റ്റ് ലെവൽ തന്നെ പറയേണ്ടി വരും. 2018 നെക്സോൺ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മളുടെ നാട്ടിലെ FM-നൊക്കെ ഇത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും നെക്സോണിൽ ആ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന് നെക്സോൺ ഉണ്ടായിരുന്നു. അതിനകത്ത് ആ മ്യൂസിക് കാര്യങ്ങൾ കേട്ടപ്പോഴാണ്. ആ ഒരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് എന്ന സെയിം യൂണിറ്റ് തന്നെയാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറോട് കൂടി. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർഡായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ പറയുക, അത്യാവശ്യം നല്ല ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് സെഗ്മെന്റിലെ വാഹനങ്ങളോട് കിടപിടിക്കുന്ന ഒരു മ്യൂസിക് സിസ്റ്റം. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്കൊരു പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിൽ അതിൻ്റെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിന് താഴെയായിട്ട് നമുക്കിവിടെ AC വെൻസ് കാണാനായിട്ട് പറ്റും. ഇവിടെ താഴെയായിട്ട് നമുക്കൊരു വൈറ്റിഷ് കളറിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഇവിടെ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ബട്ടൺ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ്. അതിന് അകത്തായിട്ട് ഇവിടെ നമുക്ക് 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമുക്കിവിടെ മാനുവൽ ഗിയർ ലിവർ കാണാം. നമ്മളുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമ്മുടെ ഡ്രൈവ് സെലക്ടർ അല്ലെങ്കിൽ ഡ്രൈവ് മോഡ് സെലക്ടർ കാണാം. നമുക്കിവിടെ പണ്ട് കണ്ടുള്ള സിറ്റി, ഈക്കോ, സ്പോർട്ട്, ഈ 3 ഡ്രൈവ് മോഡുകൾ കാണാം. നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലും അതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് കാണാം. പിന്നെ നമുക്ക് ടാറ്റ നമ്മളോട് പറഞ്ഞു തരും. പിന്നെ നമുക്ക് ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നു. സെന്റർ ആംറെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെന്റർ ക്രിയേറ്റീവ് വേരിയന്റിലോട്ടാണ് നമുക്ക് സെന്റർ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. നെക്സ്റ്റ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടിയ നല്ല സീറ്റുകളാണ്. സീറ്റുകളുടെ മുകളിൽ നമുക്ക് ഒരു വൈറ്റിഷ് ഫാബ്രിക് ഫിനിഷ് കാണാം. നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ സീറ്റ് ബെൽറ്റുകൾ എണ്ണമാണ്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിൽ അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡ് നമ്മൾ ആദ്യം പറഞ്ഞത് ബ്ലാക്ക് കളറിലാണ്. ഇവിടെ എല്ലാം ഒരു വുഡൻ ഫിനിഷ് പോലെ തോന്നിക്കുന്ന ഒരു ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കിവിടെ സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. നെക്സ്റ്റ് ലെവൽ ഗ്ലോ ബോക്സ്, ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. എത്ര സാധനങ്ങൾ ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ വലിയൊരു ഗ്ലോ ബോക്സ് ആണ്. വേറെ ലൈറ്റ് കൂൾഡ് ഫംഗ്ഷനൊന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്കിവിടെ ടോപ്പിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നുണ്ട് വിത്ത് മിററാണ്. നമുക്ക് സെൻറ്ററിൽ റീഡിംഗ് ലൈറ്റ് വരുന്നത് LED റീഡിംഗ് ലൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് സൺറൂഫിൻ്റെ ഓപ്പണിംഗ് ആണ്. 1 ടച്ച് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെയാണ് സൺറൂഫിന് വരുന്നത്. ആ ഒരു സിംഗിൾ ഡിൻ സൺറൂഫാണ് നെക്സോണിൽ വരുന്നത്. നമുക്ക് സെൻറ്ററിൽ മാനുവൽ ഡിമ്മിങ്ങോട് കൂടി IRVMs ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ്, ടിക്കറ്റ് ഹോൾഡർ മാത്രം, മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ്. ഇനി ബാക്കി യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ
വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഡ്യുവൽ ടോൺ കളർ കാണാം. ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ. ഇവിടെ എല്ലാം ഡോർ ഹാൻഡിൽസ് എല്ലാം നമ്മൾ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നു. ഇനി ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ്. 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റുകൾ വരുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾക്ക് ബാക്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് യാത്രക്കാർക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരെയാണ് വരുന്നത്. അതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്തൊരു ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കിൽ പ്രത്യേകിച്ച് വേറെ റീഡിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു സ്പേസ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ടാറ്റ വാഹനങ്ങളുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് പിന്നെ പറയേണ്ട കാര്യമില്ല. ഇപ്പം നെക്സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നെക്സോൺ. മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നു. നമ്മൾക്ക് ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ടയർ പ്രഷർ വാണിംഗ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുക്കാമോ ആ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ടാറ്റ നെക്സോണിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 വന്നപ്പോൾ നെക്സോണിൻ്റെ ഓൺ റോഡ് പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മാർട്ട് ഓപ്ഷണൽ തൊട്ടിട്ടാണ്. മുമ്പ് സ്മാർട്ട് വേരിയൻറ്റിലും ആയിരുന്നു ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഈ സ്മാർട്ട് ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,44,000 രൂപയാണ്. എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് 9,20,000 രൂപയ്ക്ക് ഈ മെയ് മന്തിൽ ബേസ് വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7.99 lakhs ആണ്. സെക്കൻഡ് വേരിയൻറ്റ് വരുന്നത് സ്മാർട്ട് പ്ലസ് ആണ്. സ്മാർട്ട് പ്ലസ്സിൽ തൊട്ടാണ് നമുക്ക് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മാർട്ട് പ്ലസ്സിൽ ഡീസലിൻ്റെ മാനുവൽ വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ് ഡീസലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,50,000 രൂപയാണ്. ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് പെട്രോൾ അവൈലബിൾ ആണ്. പെട്രോൾ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,25,000 രൂപയും. AMTയും നമുക്ക് ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. പെട്രോളിൽ മാത്രമാണ് AMT വരുന്നത്. ആ AMTക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,20,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്യുവർ S എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. പ്യുവർ Sലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം സൺറൂഫാണ് അഡീഷണൽ ആയിട്ട് വരിക. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പർ. സൺറൂഫും അഡീഷണൽ ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഏകദേശം 60,000 രൂപയാണ് എക്സ്ട്രാ വരുന്നത്. നമുക്ക് പ്യുവർ വേരിയൻറ്റിൽ പ്യുവർ S ആൻഡ് പ്യുവർ വേരിയൻറ്റിൽ നമുക്ക് ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ എല്ലാം അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പെട്രോൾ മാനുവൽ വേരിയൻ്റ് ആണ്. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,30,000 രൂപയാണ്. ഇനിയും ഈ പ്യുവർ വേരിയൻറ്റിൽ തന്നെ നമുക്ക് പെട്രോളിൽ AMT അവൈലബിൾ ആണ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,45,000 രൂപ. ഇനിയും ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ മാനുവൽ വേരിയൻറ്റിന് 13,10,000 രൂപയും. ഡീസലിൽ AMT സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുവറിൽ തന്നെയാണ്. അപ്പോൾ ഡീസൽ AMTക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,95,000 രൂപയാണ്. ഇനിയും ഇതെല്ലാം പ്യുവറിൻ്റെ പ്രൈസാണ്. പ്യുവർ Sലേക്ക് വരുമ്പോൾ പ്ലസ് 60,000 രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കണം. ടാറ്റയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,645 രൂപയാണ് അടവ് വരിക. ഇപ്പോൾ ബേസ് സ്മാർട്ട് വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ താഴെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബേസ് വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാം. ഇപ്പോൾ ഈ പ്യുവർ വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കണമെങ്കിൽ നിങ്ങൾക്ക് 1,30,000 രൂപയെങ്കിലും നമ്മൾ ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചാനൽ XUVയുടെയും ബ്രസയുടെയും വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് നെക്സോണും. ഏകദേശം ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് ഈ പ്യുവർ വേരിയൻറ്റ്. അതുകൊണ്ടാണ് ഈ വേരിയൻറ്റിന് വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ. ടാറ്റയിലെ ഏറ്റവും ബുക്കിംഗ് ഉള്ള വേരിയൻറ്റ് ശരിക്കും നെക്സോണിലെ ഏറ്റവും ബുക്കിംഗ് ഉള്ള വേരിയൻറ്റ് ക്രിയേറ്റീവാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്നത് പ്യുവർ വേരിയൻറ്റിനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.